തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര കണ്ട് തള്ളിയാലും അവഗണിച്ചാലും മമതയുടെ പോരാട്ടം ബി.ജെ.പിയുടെ വോട്ട് അട്ടിമറിക്കലിനെതിരെ തന്നെയാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തെ ചൊല്ലി അവിടെ വലിയൊരു കലാപമുണ്ടാക്കാൻ നോക്കിയ ബി.ജെ.പിയെ ഇനിയും ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ സംഭവം മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഏതു തരം താഴ്ന്ന കളിയും കളിക്കാൻ ബി.ജെ.പി തയ്യാറാണ് താനും. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾ കൈക്കലാക്കാനാണ് അവരുടെ ശ്രമം. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ മമത തയ്യാറായി കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുമെന്ന സ്വപ്നം പൂവണിയില്ല എന്ന് തെളിയുകയാണ്. അതിനായിട്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിനോട് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വ്യാജ വോട്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞു. ബംഗാളിലെ വോട്ടർ പട്ടിക പരിശോധിക്കാനായി മമതാ ബാനർജി ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചു. അവലോകന പ്രക്രിയ പരിശോധിക്കുന്നതിനുള്ള തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുവാനായി ഈ സംഘം യോഗം ചേർന്നു കഴിഞ്ഞു. ടി.എം.സി ഭവനിൽ നടന്ന യോഗം ഒഴിവാക്കിയ ടി.എം.സി ദേശീയ സെക്രട്ടറി അഭിഷേക് ബാനർജി മാർച്ച് 15-ന് ഇതേ വിഷയത്തിൽ കമ്മിറ്റിയുമായും ജില്ലാ പ്രസിഡന്റുമായും ഒരു വെർച്വൽ കോൺഫറൻസ് നടത്തുമെന്നും ശ്രദ്ധേയമാണ്. നോർത്ത് 24 പർഗാനസ്, ജൽപൈഗൂരി, ബംഗൂര എന്നിവയുടെ ചുമതല തനിക്കും മറ്റു ചിലർക്കും ലഭിച്ചതായും ടി.എം.സി എം.എൽ.എ സുജിത് ബോസ് പറഞ്ഞു. വോട്ടർ പട്ടിക ശുദ്ധമാക്കുന്നതുവരെ ഞങ്ങൾ തെരുവിലുണ്ടാകും എന്നതാണ് തൃണമൂലിന്റെ പ്രഖ്യാപിത നയം. സംസ്ഥാനം വിട്ടുപോയ ഏതെങ്കിലും വോട്ടർ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പുതിയ വോട്ടർമാരുടെ പേരുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് നടപടിയെടുക്കും എന്നതാണ് തീരുമാനം. ഫെബ്രുവരി 27-ന് വോട്ടർ പട്ടിക പ്രശ്നത്തെക്കുറിച്ച് 10 ദിവസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി കോർ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞെങ്കിലും വോട്ടർ പട്ടിക വിഷയത്തിൽ ഒരു ടി.എം.സി പ്രതിനിധി സംഘം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശിച്ചിരുന്നു. ടി.എം.സി എം.എൽ.എയും മന്ത്രിയുമായ ചന്ദ്രിമ ഭട്ടാചാര്യ പറഞ്ഞത് ആൽഫ കോഡിന് പകരം ഓരോ വോട്ടർക്കും ഒരു പ്രത്യേക സംഖ്യാ കോഡ് നൽകണം എന്നാണ്. ഭരണകക്ഷി വോട്ടർ പട്ടികയുടെ വീട് തോറുമുള്ള അവലോകനം ആരംഭിച്ചിരുന്നു. നിരവധി നേതാക്കൾ അവലോകനം ചെയ്യാൻ മണ്ഡലങ്ങൾ സന്ദർശിക്കുന്നതും കാണാമായിരുന്നു. അതിനെല്ലാം ബി.ജെ.പി പ്രസിഡന്റ് ആയ സുഗാന്ത മുജാൽ പറഞ്ഞത് നാടകമെന്നാണ്. മാത്രവുമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മമത ധർണയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ബി.ജെ.പിയുടെ വോട്ട് മറിക്കൽ തന്ത്രം കൊണ്ട് പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കാമെന്ന മോഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്.